എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഡെസേർട്ടാണ്. പാലും കുറച്ച് മാമ്പഴം ഒക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ. അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതുപോലെ ഈ ഒരു പാത്രത്തിലേക്ക് 1 ലിറ്റർ അളവിൽ പാലൊഴിച്ച് കൊടുക്കാം. പാലൊഴിച്ച് കൊടുക്കുന്ന സമയത്ത് ഫുൾ ഫാറ്റ് പാലൊഴിച്ച് കൊടുക്കുന്നത് തന്നെയാണ് കേട്ടോ ടേസ്റ്റ് കൂടുതൽ. ഇനി നിങ്ങൾക്കിത് 1 ലിറ്റർ പാല് വേണ്ട, ഒരു 1/2 ലിറ്ററിലൊക്കെ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ചേരുവകളെല്ലാം തന്നെ നമ്മൾ പകുതി അളവിലെടുത്താൽ മതി കേട്ടോ. അപ്പോൾ പാൽ ഇതുപോലെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ തന്നെ ഒന്ന് ചൂടാക്കിയിട്ടെടുക്കാം. ഇതുപോലെ ചൂടായിട്ട് വരുന്ന ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്കൊരു 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ബാക്കി വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ആ ഒരു 1/4 കപ്പ് മുഴുവൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ അത്യാവശ്യം നല്ലൊരു മധുരമുണ്ട്. ഇനി അധികം മധുരമൊന്നും വേണ്ടാത്തവരാണെങ്കിൽ നമുക്ക് എത്രത്തോളം മധുരം വേണോ അതിനനുസരിച്ച് മാത്രമേ നമ്മളിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുള്ളൂ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ അളവിൽ കസ്റ്റാർഡ് പൗഡറാണ്. 1 ലിറ്റർ പാലിന് നമ്മൾ ഇതുപോലെ വെറും 1 ടേബിൾ സ്പൂൺ മാത്രമേ കസ്റ്റാർഡ് പൗഡർ എടുക്കാവുള്ളൂ. കസ്റ്റാർഡ് പൗഡറിൻ്റെ അളവ് കൂടി പോകരുത്. ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു പാലിനെ നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഇതൊരു പകുതിയാക്കി ഒന്ന് കുറുക്കി കൊണ്ടുവരണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഏകദേശം ഒരു 15 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും തന്നെ നമുക്ക് ഒരു പകുതിയോളം ഇതൊന്ന് കുറുകി കിട്ടും. നമ്മൾ ഒഴിച്ചു കൊടുത്ത ഒരു പാല് ഒരു പകുതിയോളമായിട്ടൊന്ന് വറ്റി വരണം. ഇതുപോലെ ഒന്ന് വറ്റി വന്നാൽ അപ്പോൾ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് നന്നായിട്ട് ഇത് തണുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെക്കാം. ആ ഒരു സമയം കൊണ്ട് ഇതുപോലെ വേറൊരു പാത്രത്തിൽ കുറച്ച് ഏറെ തന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതൊരു 1/2 കപ്പ് അളവിൽ ചൗവരിയാണ്. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ചെറിയ ടൈപ്പ് ചൗവരിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലും കുറച്ചും കൂടി വലിയ ടൈപ്പ് ഉണ്ടല്ലോ, ആ ഒരു ചൗവരി വേണമെങ്കിൽ എടുക്കാമെന്നാണ് കേട്ടോ. 1/2 കപ്പ് അളവിൽ ചൗവരി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് തന്നെ നമ്മളിതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുക. ഈ ഒരു ചൗവരി നന്നായിട്ട് വെന്ത് ഇത് നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്ക് കിട്ടണം. അതാണ് കേട്ടോ ഇതിൻ്റെ ഒരു കറക്റ്റ് ഭാഗം. ഇതിപ്പോൾ കണ്ടില്ല, ഒരു ചൗവരിയൊക്കെ നന്നായിട്ട് വെന്ത് ഇതുപോലെ നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലൊരു അരിപ്പ പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. അരിപ്പ പാത്രത്തിലേക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഇനി നല്ല തണുത്ത വെള്ളം ഒരു 2-3 ഗ്ലാസ്സോളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒരു 2-3 ഗ്ലാസ്സോളം ഇതുപോലെ നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ഇതുപോലെ ഒന്ന് കഴുകിയെടുക്കുക. ചൗവരിയിൽ ചെറിയൊരു പശ പോലെ ഉണ്ടല്ലോ, ആ ഒരു പശ അങ്ങ് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് കഴുകിയിട്ടെടുക്കുന്നത് നല്ല തണുത്ത വെള്ളത്തിൽ. ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള നല്ല തണുത്ത വെള്ളമാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള വെള്ളത്തിൽ വേണമെങ്കിൽ നമുക്കിത് കഴുകിയെടുക്കാനാണ് ഇതുപോലെ. അപ്പോൾ ഇതുപോലെ കുറച്ച് തവണ ഒരു തണുത്ത വെള്ളത്തിൽ കഴുകിയതിന് ശേഷം ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതുപോലെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നമ്മളിപ്പോൾ തണുക്കാൻ മാറ്റി വെച്ചിരുന്ന ഒരു പാലില്ലേ, അതിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് ആറിയിട്ടുണ്ട്. ആ ഒരു പാലത്തിലേക്ക് മുഴുവനും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പാലിലേക്ക് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നല്ല പഴുത്ത മാമ്പഴമാണ്. 1 കപ്പ് അളവിൽ നല്ല പഴുത്ത മാങ്ങ ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇതുപോലെ അടിച്ചെടുത്തതിന് ശേഷം വേറൊരു ബൗളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1.5 ടീസ്പൂൺ അളവിൽ സബ്ജ സീഡ്സ് ആണ്. കസ്കസ് നമ്മൾ സാധാരണ കുലുക്കി സർബത്തിനകത്തൊക്കെ ഇടുന്ന ഒരു കസ്കസ് ഇല്ലേ, അതൊരു 1.5 ടീസ്പൂൺ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് അല്ലെങ്കിൽ ഒരു 1/4 കപ്പോളം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ വെള്ളം ഒഴിച്ച് കുറച്ച് സമയം നമ്മൾ വെക്കുമ്പോഴത്തേക്കും തന്നെ ഇത് കണ്ടില്ല നല്ല ഡബിളായിട്ട് നമുക്കിത് കിട്ടും. അപ്പോൾ ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇതിപ്പോൾ നമ്മളൊരു പാലും മാമ്പഴവും കൂടെ അടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഒരു മിക്സാണ്. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് നട്ട്സ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നട്ട്സൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കുടിക്കുന്ന സമയത്ത്. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ കാഷ്യൂനട്ട് കട്ട് ചെയ്തതും ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ പിസ്ത ഇതുപോലെ തീരെ ചെറിയതായിട്ട് കട്ട് ചെയ്തെടുത്തതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ബദാം ഇതുപോലെ ചെറിയതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കയ്യിലുള്ള നട്ട്സ് ഏതാണോ അത് ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ 1 കപ്പ് അളവിൽ മാമ്പഴം ഇതുപോലെ ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ടെടുത്താണ്. അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കുതിർത്തി വെച്ചിരിക്കുന്ന ഈ ഒരു കസ്കസ് ഇല്ലേ, അത് മുഴുവനും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക.
ശേഷം ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഒരു ചൗവരി നമ്മൾ ഇപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പും കുറച്ചൊരു തണുത്ത വെള്ളത്തിൽ കഴുകിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ആ ഒരു പശ മാറി ഓരോന്നായിട്ട് വിട്ട് കിടക്കും. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കുക കേട്ടോ. നല്ല പോലെ തന്നെ ഇത് തണുപ്പിച്ചിട്ട് കുടിക്കുമ്പോഴാണ് കേട്ടോ ഇതിന് കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ഉള്ളത്. ഇനി അഥവാ അധികം തണുപ്പ് പറ്റാത്തവർക്കാണെങ്കിൽ തണുപ്പിക്കാതെ വേണമെങ്കിലും കുടിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് നല്ല പോലെ തന്നെ തണുപ്പിച്ചിട്ട് കുടിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഒരു 1.5 മണിക്കൂറോളം ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷമാണ് ഇത് സെർവ് ചെയ്യുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് കുടിക്കാൻ വേണ്ടിയിട്ട്. കുട്ടികൾക്കാണേലും വലിയവർക്കാണേലും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചൗവരിയും പാലും മാമ്പഴം ഒക്കെ വെച്ചിട്ടുള്ള ഈ ഒരു ഡെസേർട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. കൂടാതെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഒരു ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.